പശു പ്രസവിക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ട ചില സന്ദർഭങ്ങൾ വന്നേക്കാം. ഇതിനെപ്പറ്റി ഒരു സാമാന്യ ജ്ഞാനം കർഷകർക്കില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാനോ പശുവിനെ ഹെൽപ്പ് ചെയ്യാനോ സാധിക്കാതെ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടപെടേണ്ടത് എപ്പോൾ എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു സാമാന്യമായ ഒരു വിജ്ഞാനം ആവശ്യമുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പശുവിൻ്റെ ആദ്യഘട്ടത്തിലെ ഒന്നാം ഭാഗം കഴിഞ്ഞ്, അതായത് കുട്ടിയുടെ തല സെർവിക്സിൽ വന്ന് മുൻകാലുകൾ വജൈനയിൽ കയറി മുക്കിയിട്ട് ഇത് ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുക്കുമ്പോഴേക്കും പ്രോഗ്രസ് കാണേണ്ടതാണ്. അപ്പോൾ ശക്തിയായി മുക്കുകയും പ്രോഗ്രസ് കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ടത് എന്താ? കുട്ടിയുടെ സുഗമമായി അത് വെളിയിലേക്ക് വരുന്നില്ല, അതിൻ്റെ മൂക്ക്, രണ്ട് കാലുകൾ വജൈനയിൽ കൂടെ കടന്നു പോരുന്നില്ല എന്നാണ് അതിൻ്റെ ലക്ഷണം. ഇതിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പശുവിന് പ്രസവിക്കാനാവില്ല. അതിൻ്റെ കാരണം, ഒന്ന്, കൈകൾ മടങ്ങി അകത്തേക്ക് ഗർഭപാത്രത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാകാം, തല മടങ്ങി ഗർഭപാത്രത്തിനകത്തേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇതിന് ഈ അകാലമായിട്ട് വാട്ടർ ബാഗ് പൊട്ടി ഡയറക്ഷൻ ശരിയല്ലാതെ ആയിട്ടുണ്ടാകാം. വിവിധ കാരണങ്ങൾ അതിലുണ്ട്. അതായത് അതിൻ്റെ പ്രസൻറ്റേഷൻ ശരിയായിരിക്കില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് വളരെ പ്രൊഫഷണലായിട്ട് വളരെ കരുതലോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ പശുവിന് താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, പിൽക്കാലത്ത് അത് ചെന പിടിക്കാൻ മടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നാം ഘട്ടത്തിലെ ആദ്യ ഭാഗം കഴിഞ്ഞു, അതായത് ചാണകമിട്ടു, മൂത്രമൊഴിച്ചു, പശു കിടന്നു, മുക്കി, തുടർച്ചയായിട്ട് മുക്കുന്നുണ്ട്. ഒരു മുക്കാൽ മണിക്കൂർ മുക്കിയിട്ട് നിങ്ങൾ ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല, പശുവിന് ശക്തി കുറവൊന്നുമില്ല, അതേ സമയത്ത് ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. അത് ഒരു പ്രൊഫഷണൽ തന്നെ ആകണം. കാരണം ഇത് കൈയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് അവയവമാണ് പൊളഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിലും അത് പശുവിൻ്റെ ഗർഭപാത്രത്തിന് തകരാറ് വരാത്ത വിധത്തിൽ നേരെയാക്കാനും കഴിയുന്നത് ഒരു പ്രൊഫഷണലിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ കൈ വളഞ്ഞിരിക്കുന്നു. ഈ കൈ വളഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ ഒരു സാധാരണക്കാരനാണെങ്കിലും കൈയുടെ ആ പേഷണയിൽ പിടിച്ചു, അല്ലെങ്കിൽ മുട്ടിൻ്റെ താഴെ പിടിച്ചിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അത് നൂർന്നു പോകുന്നു വരും. പക്ഷേ ആ നീർന്നു പോരുന്ന അവസരത്തിൽ കുട്ടിയുടെ പേഷണി ഗർഭപാത്രത്തിൽ തറച്ച് ഗർഭപാത്രത്തിൽ ഒരു തുളയിട്ടാക്കി വരും. അത് മതി. 2 ദിവസം കഴിയുമ്പോൾ, 1 ദിവസം കഴിയുമ്പോൾ, 2 ദിവസം കഴിയുമ്പോൾ പശു ചത്തു വീഴും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോഴത്തെ നല്ല പശുക്കളെ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാതെ ഏതെങ്കിലും സൂത്രവിദ്യയിൽ കൂടി എടുക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വന്നു പരിശോധിക്കുന്നു, അതനുസരിച്ച് നമുക്ക് ചെയ്യും. ഇനി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്. കാരണം ഡിസ്റ്റോക്കിയ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പ്രസവം ഹാൻഡിൽ ചെയ്യുമ്പോൾ 2 ഉപദേശങ്ങളാണ് എൻ്റെ പ്രൊഫസർ ഞങ്ങൾക്ക് തന്നത്. അതിലൊന്ന് മാത്രമാണ് നിങ്ങളുടെ സ്കില്ല്. 2, ധാരാളം പേഷ്യൻസ് വേണം. നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങൾക്ക് ക്ഷമാശക്തി വേണം. അതിൽ ധൃതി പാടില്ല. 3ാമത് ഒരെണ്ണം കൂടി ഉണ്ട്,
ധാരാളം ലൂബ്രിക്കൻ്റ് വേണം. അപ്പോൾ ഈ ലൂബ്രിക്കൻറ്റും ക്ഷമയും ഇല്ലാതെ ആരെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അവൻ കൂടുതൽ ദോഷമുണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ വരുന്ന ആ സമയമാകുമ്പോഴേക്കും ഒരു ബക്കറ്റ് നിറയെ, ഞാൻ വീണ്ടും പറയുന്നു, ഒരു ബക്കറ്റ് നിറയെ വെള്ളമെടുത്ത് അതിൽ സോപ്പ് പൊടിയിട്ട് കലക്കി വെക്കണം. ചെറു ചൂടുണ്ടെങ്കിൽ നല്ലത്. ഈ അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം നിങ്ങളിതെല്ലാം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ താമസിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ കരുതലോടെ നിങ്ങൾ ഈ ഇഷ്ടം പോലെ ഇത് ഉണ്ടാക്കി വയ്ക്കുക. ഒരാളിൽ കൂടുതൽ സാധാരണഗതിയിൽ വലിക്കാനായിട്ട് ആവശ്യമില്ല. കൂടുതൽ പേരെ കൊണ്ട് ഒരു പ്രൊഫഷണലിലും നിങ്ങൾ കുട്ടിയെ വലിക്കാനായിട്ട് സമ്മതിക്കില്ല. മാക്സിമം 2 പേര് അവിടെ ഉണ്ടായിരിക്കുക അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ ഭാഗമെല്ലാം വാഷ് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചെന്ന് വരാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കയറ് ഇതെല്ലാം ഇട്ട് പതുക്കെ വലിക്കാൻ നേരത്ത് അദ്ദേഹം വലിക്കാൻ പറയുമ്പോൾ മാത്രം വലിക്കുക. കാരണം ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കരുത്, പെട്ടെന്ന് അദ്ദേഹത്തിന് ശല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. എന്തുകൊണ്ടാണ് ഈ പ്രസ് ചെയ്യുമ്പോൾ മാത്രം വലിക്കുന്നത്? കാരണമുണ്ട്. അതായത് കിടാവിൻ്റെ പൊക്കിൾ കൊടി എവിടെയോ ഞെങ്ങിയിരിക്കുന്നു. നിങ്ങൾ തുടർച്ചയായിട്ട് വലിച്ചു പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഈ രക്തം നിന്നു പോകുന്നു, കുട്ടി ചത്തുപോകുന്നു. നമ്മൾ അറിയുന്നേയില്ല, കുട്ടി ചത്തുപോകുന്നു. അതുകൊണ്ട് പശു മുക്കുമ്പോൾ മാത്രം വലിക്കുക. അതിനാണ് നമുക്ക് ക്ഷമ വേണമെന്ന് പറയുന്നത്. ക്ഷമയോടെ വലിക്കുക. സമയമെടുക്കും, സാരമില്ല, ധൃതി പിടിക്കണ്ട. കാരണം പശു മുക്കുമ്പോൾ മാത്രം വലിക്കുക. അപ്പോൾ അത് ഹെൽപ്പായി. അതല്ലാത്ത സമയത്ത് വിട്ടുകൊടുക്കുക. അപ്പോൾ ഈ രക്തചംക്രമണം, ഈ കുട്ടിക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും. അത് ശ്വസിക്കുന്നില്ല. അപ്പോൾ അതിന് ഓക്സിജൻ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ കുട്ടി ചത്തുപോകും. നിങ്ങൾ വലിച്ചെടുത്തു, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അയ്യോ കുട്ടി ചത്തിരിക്കുകയാണെന്ന് നിർബന്ധമില്ല. ചത്തിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ രക്തം കാണുമായിരുന്നു. കാരണം ഈ പൊക്കിൾ കൊടി എവിടെയെങ്കിലും പൊട്ടുകയാണെങ്കിൽ രക്തം വരും. അപ്പോൾ അല്ലാതെ കുട്ടി ചത്തിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥ അത്ര ശരിയായിട്ടുള്ളതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ വന്നാലും എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചെറിയ കമ്പ് വെട്ടി വയ്ക്കാം, ഒരു കയറ് കമ്പിൽ കിട്ടാം. കാരണം കയറ് നേരിട്ട് വലിക്കുന്നത് അല്ല എളുപ്പം, ഒരു ചെറിയ കമ്പിൽ കെട്ടിയിട്ട് വലിക്കുന്നതാണ് നമുക്ക് കൂടുതൽ വലി നിയന്ത്രിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കാത്തുവയ്ക്കുക. ഇനി മൂന്നാമത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് ഭഗത്തിൽ മൂക്ക് വരികയും നാവ് വളരെ അധികം ഇഡിമാറ്റസ് ആകുകയും കടന്നു പോരാൻ മടിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്കൊരു കയറ് ചെവിയുടെ പിന്നിലേക്ക് തള്ളി തലയും 2 കാലും ഒരേ സമയത്ത് വിട്ട് വലിച്ച് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ വലിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ ഒരു പ്രൊഫഷണൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭഗം കീറിക്കൊടുത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കീറിക്കൊടുത്ത് ഇതിനെ എടുക്കാൻ സാധിക്കും. എപ്പിസിയോട്ടമി എന്നൊക്കെ പറയും. ഏതായാലും അത് ചെയ്യണമെങ്കിലും ഒരു പ്രൊഫഷണൽ വന്നിട്ട് പിന്നീട് അത് തുന്നി കിട്ടിക്കൊള്ളും, കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതാണ് മൂന്നാമത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരുന്ന സമയം. ഇനി നാലാമത് വളരെ അത്യാവശ്യമായി നിർബന്ധമായും പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട ഒരു സമയമാണ് പിന്നോട്ട് പ്രസവിച്ചു വരുന്ന അവസ്ഥ. പിന്നോട്ട് പ്രസവിച്ചു വരുന്ന അവസ്ഥ എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പിൻകാലുകളായിരിക്കും ആദ്യം കാണുക. അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, മറ്റേ പേഷണി മുകളിലേക്ക് പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുക. മറ്റാകുമ്പോൾ താഴോട്ടാണ് മുൻകാലുകൾ, പിൻകാലുകളാകുമ്പം മുന്നോട്ട്. ഇനി അതുമല്ലെങ്കിൽ ആദ്യത്തെ 2 ജോയിൻ്റ്, ഫെറ്റ്ലക് ജോയിൻറ്റും നീ ജോയിൻറ്റും, ഇത് രണ്ടും കൂടെ ഒരു വശത്തേക്ക് വളയുള്ളൂ. പിൻകാലാകുമ്പോൾ 2 വശത്തേക്കാണ് വളയുക. നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇതൊന്നും ഒന്നുമില്ലെങ്കിലും
പിൻകാലുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരുപക്ഷെ വാല് കൂടെ കാണും. ഇതിന് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ്, പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. മടിക്കരുത്. ഇതിൻ്റെ ഒരു കാരണം, ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ വിട്ടല്ലാതെ വലിക്കേണ്ട ഒരവസരം വരും. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പിൻകാല് മുട്ടുകൾ വെളിയിൽ വന്നാൽ രണ്ട് കാലിലും പേഷണിക്ക് മുകളിലല്ല, ഫെറ്റലാക്കിന് മുകളിൽ കണങ്കാലിന് മുകളിൽ വെച്ചിട്ട് കെട്ടി നമ്മൾ ഒരു ചെറിയ കമ്പിൽ കെട്ടി സജ്ജമായി നിൽക്കുക. വലിക്കേണ്ടി വരും, നിർബന്ധമായിട്ടും വലിക്കേണ്ടി വരും. അത് വലിക്കേണ്ടത് എപ്പോൾ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരിക്കണം. വലിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടുമല്ല, കുട്ടിയുടെ പിൻഭാഗം, അതായത് അതിൻ്റെ വാല്, ആ ഭാഗം ഭഗത്തിൽ കടന്നു കഴിയുമ്പോൾ അംബിലിക്കൽ കോഡ് പൊട്ടും. ഞാൻ ഒന്നുകൂടി പറയുന്നു, കുട്ടിയുടെ പിൻഭാഗം ഭഗം വിട്ട് കഴിയുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ അംബിലിക്കൽ കോഡ് പൊട്ടിപ്പോകും. അംബിലിക്കൽ കോഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കുട്ടി ശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മൂക്കിരിക്കുന്നത് വജൈനയ്ക്കകത്താണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൂയിഡ് മുഴുവനോട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുട്ടി ചത്തുപോകും. കാരണം അതിന് ശ്വസിക്കാതിരിക്കാൻ വയ്യ. അതിന് ശ്വസിക്കാതിരിക്കാൻ വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, അര മിനിറ്റ്, ഒരു മിനിറ്റൊക്കെ അതിന് ശ്വസിക്കാതിരിക്കാൻ സാധിച്ചു എന്ന് വരാം. അത് കഴിഞ്ഞാൽ ഒരൊറ്റ ശ്വാസമാണ്, അത് വളരെ ശക്തിയായിട്ടാണ് ശ്വസിക്കുന്നത്. ഈ സമയത്ത് വായിലും മൂക്കിനുമുള്ള ദ്രാവകം അകത്ത് പോയിട്ട് ന്യൂമോണിയ വരിക, കുട്ടി ചത്തു ജനിക്കാം, അല്ലെങ്കിൽ ന്യൂമോണിയ വന്നിട്ട് പിന്നീട് ചത്തുപോകാനിടയുണ്ട്. ഇതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ? കാൽമുട്ടുകൾ രണ്ടും വെളിയിൽ വന്നു, കുട്ടിയുടെ പിൻവശം നമ്മൾ ഭഗം കടന്നു തുടങ്ങുന്ന സമയത്ത് 2-3 പേർ കൂടി ശക്തമായി വലിക്കുക. വിട്ടു വലിക്കണ്ട, ശക്തമായി വലിക്കുക. ആ വലിക്കുമ്പോൾ ഈ പശുവിൻ്റെ അടറിലേക്ക് ചേർന്ന് വരത്തക്കവണ്ണം, കാരണം നേരെ വലിച്ചാൽ അത് കടന്നു പോരില്ല. നിങ്ങൾ പശു നിൽക്കുകയാണെങ്കിൽ താഴ്ത്തി വലിക്കണം. പശു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അടറിലോട് ചേർന്ന് വളഞ്ഞു വരത്തക്കവണ്ണം ശക്തമായി വലിച്ച് ഏറ്റവും നേരത്തെ കുട്ടിയെ വെളിയിലെടുക്കുക. കുട്ടിയെ വെളിയിലെടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് അത് ശ്വസിച്ചു തുടങ്ങിക്കോളും. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ പിന്നോട്ടുള്ള പ്രസവം നോർമലായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ അംബിലിക്കൽ കോഡ് പൊട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ വലിച്ചെടുത്തിരിക്കണം. എടുത്ത ഉടനെ തന്നെ മൂക്ക് പിഴിഞ്ഞിരിക്കണം. കഴിയുന്നിടത്തോളം 2 കാലുകൾ ഉയർത്തി, 2 കാലിൽ ഉയർത്തി കുട്ടിയെ തൂക്കിയിട്ട് വായിലുള്ള ദ്രാവകവും മൂക്കിലുള്ള ദ്രാവകവും തുടച്ചു കളയണം എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്.